ഒരു സമയമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ ഉള്ളിൽ ഭയങ്കര പിങ്ങലാണ്. ഇപ്പോൾ കുട്ടികൾ വളർന്നു വരുമല്ലേ, അവർക്ക് ഏജായിട്ട് വരികയാണ്, അവളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണത്. ഈ റെസ്പോൺസിബിലിറ്റിയിൽ അപ്പുറം നമ്മൾ ആ കുട്ടികൾക്ക് നല്ലൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ആക്കാനുള്ള രീതിയിലേക്ക് പഠിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി ആക്കി കൊടുക്കുകയോ ചെയ്യുക. ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം, പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെ ഉപദ്രവിച്ചിട്ടും കല്യാണത്തിന് ശേഷം പെൺകുട്ടികളെ ഉപദ്രവിച്ചിട്ടും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സാഹചര്യം പല പെൺകുട്ടികളും ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വീട്ടിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ മറ്റൊരു അവരുടെ ഡിവോഴ്സ് കേസ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് മറ്റൊരു എന്താ പറയുക മേഖലയെക്കുറിച്ച് അന്വേഷിക്കാനോ പഠിക്കാനോ കഴിയാൻ പറ്റാത്ത രീതിയിലൊരു വയസ്സും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ടാവും. ആ സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ നമ്മൾ റിക്കവർ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊന്ന് റിക്കവർ ആവാൻ പറ്റും. ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഡിവോഴ്സ് കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഭർത്താക്കന്മാർ നഷ്ടപ്പെടുന്ന സാഹചര്യം, മരണപ്പെട്ടു പോകുന്ന സാഹചര്യവും ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അവർ മെൻ്റലി വളരെ പെയിൻഫുള്ളായിട്ട് ഡൗൺ ആവുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകും. ചിലപ്പോൾ സൂയിസൈഡ് വരെ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ കുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയിലുപരി അവർക്ക് നല്ലൊരു ജോലിയാക്കി കൊടുക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിൽ എത്തിയിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു കടമ കൂടെ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കുണ്ട്. ആ കടമ കൂടെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക.